ധർമ്മസ്ഥലയിൽ അപ്രതീക്ഷിത നീക്കം. പോയിന്റ് 11 പരിശോധന നിർത്തി. ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം വനത്തിനകത്തേക്ക് പോയി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ധർമ്മസ്ഥലയിൽ അപ്രതീക്ഷിത നീക്കം. പോയിന്റ് 11 പരിശോധന ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം വനത്തിനകത്തേക്കാണ് പോയിരിക്കുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വൃന്ദ, ഈ പരിശോധനയ്ക്കിടെയാണ് ഈ വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ 11ാമത്തെ നമ്പറിൽ പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ഈ SIT സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായി വനത്തിനുള്ളിലേക്ക് പോവുകയുമായിരുന്നു. എന്താണ് ഈ വനത്തിലേക്ക് പോകാനുള്ള കാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും മറ്റും SITയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ അവർ വനത്തിനുള്ളിലേക്ക് കടന്ന് പരിശോധന നടത്തുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, അതായത് എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ ഒപ്പം മാത്രമേ ഈ സ്ഥലങ്ങൾ കൃത്യമായി എത്തുകയും കാണിച്ചു നൽകുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ഈ SIT സംഘത്തിന് ഒരു വിശ്വാസം വന്നതുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ തെളിവെടുപ്പുമായി ശുചീകരണ തൊഴിലാളി സഹകരിച്ചത്. പിന്നീട് SIT സംഘവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘത്തിലെ ഒരാൾ നിർബന്ധിച്ച് വീഡിയോ അടക്കം ചിത്രീകരിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകി. ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താണ് ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിലുള്ള കാരണം ഇനിയും വ്യക്തമല്ല. ഈ വനത്തിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇവരുടെ ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SIT അല്പസമയത്തിനുള്ളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നതിനിടെ പൊടുന്നനെയാണ് ഇത്തരത്തിൽ പരിശോധന നിർത്തിവെച്ചത്. ഇനി സാധാരണയായി 11 പരിശോധന പൂർത്തി 12നും 13ലേക്കും നീങ്ങേണ്ടതാണ്. അതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ബൃന്ദ, ജോസഫ്, നിലവിൽ നിരവധിയായിട്ടുള്ള പരിശോധന പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഒരു അപ്രതീക്ഷിത നീക്കമാണ് ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോരോ തെളിവെടുപ്പ് കഴിയുന്തോറും കൂടുതൽ തെളിവുകൾ പോലീസിന് അല്ലെങ്കിൽ SIT സംഘത്തിന് ലഭിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും വൃന്ദ, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഒരു പരാതി മാത്രമാണ് ഉണ്ടായത്. അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു പരാതി. ആ പരാതിക്ക് ശേഷം പിന്നീട് വീണ്ടും ഒരു പരാതി കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം. അതായത് 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ പരാതി. പക്ഷേ ഈ SIT അന്വേഷണം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതിനിടെ നിരവധി പരാതികൾ ഇതിനോടകം തന്നെ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ചിലരൊക്കെ അസ്വസ്ഥരാണ് എന്നാണ് ഈ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, SITയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പല രീതിയിലുള്ള പലവിധ സമ്മർദ്ദങ്ങളും ഈ പ്രത്യേക സംഘത്തിന് നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഈ ശുചീകരണ തൊഴിലാളി അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് SITയിലെ ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത്. അപ്രകാരമുള്ള നടപടികളിൽ വളരെയേറെ ആകുലതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്ത് ഇപ്പുറത്തിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കാണിച്ചു കൊടുത്തിരിക്കുന്ന പോയിന്റിൽ പരിശോധന നടത്താതെ വനത്തിനുള്ളിലെ മറ്റൊരു പോയിന്റിലേക്ക് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, മുഴുവൻ സ്പോട്ടുകളും അടയാളപ്പെടുത്തിയതിനു ശേഷം താൻ ഇത്തരത്തിൽ മണ്ണ് കുഴിച്ചെടുക്കുന്ന പരിശോധനയോട് തയ്യാറാകില്ല. ഞാൻ കാണിച്ചു നൽകുന്ന സ്പോട്ട് അവിടെ പരിശോധിക്കുക, അവിടുത്തെ പരിശോധന പൂർത്തിയായതിനു ശേഷം അടുത്ത സ്പോട്ട് ഞാൻ കാണിച്ചു തരും, അവിടെ പരിശോധിക്കുക. അത്തരത്തിലുള്ള അന്വേഷണമായിട്ട് മാത്രമേ സഹകരിക്കുകയുള്ളൂ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷെ ആദ്യ 10 പോയിന്റുകൾ കഴിഞ്ഞപ്പോഴും കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 6ാമത്തെ ഭാഗത്ത് നിന്ന് ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പക്ഷെ ഈ കണ്ടെത്തിയത് മാധ്യമങ്ങളുടെ ക്യാമറയിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കണ്ടെത്തി എന്നൊരു വിവരം ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ മറ്റെന്ത് വസ്തുക്കളാണ് കണ്ടെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ബെൽത്തങ്ങാടി കോടതിയിലെത്തി ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു. അതിനുശേഷം മംഗലാപുരത്തെത്തി 2 ദിവസങ്ങളിലായി 15 മണിക്കൂറിലേറെ ഈ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുകയാണ് SIT സംഘം ഉണ്ടായത്.
അതിന് പിറ്റേ ദിവസം ഇത്തരത്തിൽ ധർമ്മസ്ഥലിലെത്തി 13 പോയിന്റുകൾ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനകളും ആരംഭിച്ചു. ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനകളിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ശുചീകരണ തൊഴിലാളി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ സ്ഥലങ്ങൾ കൃത്യമായി അയാൾ കാണിച്ചു നൽകാത്തത്. പക്ഷേ ഈ മൃതദേഹങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇയാൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താതിരിക്കാൻ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ പുഴയുടെ തീരത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട മൃതദേഹങ്ങളാണ്. ഇതിൽ പലതും വലിയ ആഴ്ചയിലല്ല കുഴിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ ഈ വനത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് കാട്ടുപന്നിയോ അല്ലെങ്കിൽ കുറുക്കനോ അടക്കമുള്ള നായ്ക്കൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചിരിക്കാമെന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനത്തോട് ചേർന്ന ഈ പുഴയോട് ചേർന്ന മേഖലയിൽ വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പൊട്ടുണ്ടായിട്ടുണ്ട്. 2018 ഈ ഭാഗത്ത് ഒരു 10 മീറ്ററിലധികം വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ദിവസങ്ങളോളം അത്തരത്തിൽ വെള്ളം ഉയരുകയും കുത്തടിച്ച് മണ്ണ് ഒഴുകി പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങളാൽ ഈ മൃതദേഹം ഇല്ലായ്മ ചെയ്യപ്പെടുകയോ ഇവിടെ നിന്നും നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വനത്തിനുള്ളിൽ, അതായത് ഇത്തരത്തിൽ പുഴയുടെ സാന്നിധ്യമില്ലാത്ത ഘോര വനത്തിനുള്ളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. എന്തായാലും ശുചീകരണ തൊഴിലാളി 6 അടിയിൽ മണ്ണ് എടുത്ത് അല്ല മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അത് 3 അടിയിലും 4 അടിയിലും 2.5 അടിയിലും ഒക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും കൃത്യമായ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്നൊരു സൂചന തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കൈവശമുണ്ടായിരുന്ന മറ്റേതെങ്കിലും പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത്തരത്തിലൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ നടപടി എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വൃന്ദ. ശരി, വ്യക്തമാണ് ജോസഫ്.